പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഈ കഴിഞ്ഞ ദിവസം അതിക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ നടന്നു. ചെന്താമര എന്ന് പറയുന്ന ഒരാൾ സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മയെയും കൊടുവാള് കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊന്ന പ്രതി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇത് കേട്ടാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പോലീസ് നീചമായ ഒരു നിഷ്ക്രിയത്വം ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സുധാകരന്റെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ കൊലയല്ലേ ഇത്. ചെന്താമര സുധാകരന്റെ ഭാര്യയെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കൊന്നിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഒരു മന്ത്രവാദം ഇവരുടെ വീട്ടുകാർ നടത്തുന്നുവെന്നും സുധാകരന്റെ വീട്ടുകാർ നടത്തുന്ന മന്ത്രവാദം കൊണ്ട് ഇയാളെ ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്നുമാണ് ഇയാളുടെ വാദം. അതുകൊണ്ട് അതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ ക്രൂരമായ തരത്തിൽ അന്ന് ഭാര്യയെ കൊല്ലുകയും 5 വർഷം, എന്തുകൊണ്ട് 5 വർഷമായി എന്ന് എനിക്കറിയില്ല, 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും അയാൾക്ക് ഇഷ്ടം പോലെ പരോള് കിട്ടുക സംഗതിയൊക്കെ ഉണ്ടാവുക. പക്ഷെ അയാൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നെന്മാറ പ്രദേശത്ത് അയാൾ പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ അയാൾ കുറെ കാലമായി നെന്മാറ തന്നെ താമസിക്കുകയാണ്. അത് നമ്മുടെ പോലീസ് അറിയുന്നില്ല. നെന്മാറ താമസിക്കാൻ പാടില്ല എന്ന് കോടതി വിധിയുള്ള ഒരു പ്രതി, മുൻകാല കൊലക്കേസ് പ്രതി, നെന്മാറ വന്ന് താമസിച്ചിട്ട് പോലീസ് അറിയുന്നില്ല. സുധാകരൻ പോലീസിൽ പോയി പരാതി കൊടുക്കുന്നു, ഇയാൾ ഇവിടെയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന്. പോലീസ് അത് അവഗണിക്കുന്നു. അതിനുശേഷമാണ് ഈ കൊല നടക്കുന്നത്. വളരെ ആസൂത്രിതമായ കൊലയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പൊ പറയുന്നത്. അത് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി പറഞ്ഞത് ഇയാൾ പോയി കൊടുവാൾ ഉണ്ടാക്കിച്ചു, കൊടുവാൾ ഇന്ന സ്ഥലത്ത് സൂക്ഷിച്ചു, അത് കൊണ്ടുവന്ന് അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ തെളിവെടുപ്പൊക്കെ വരുന്നുള്ളൂ, അതിന്റെ മറ്റു വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. എന്തായാലും വളരെ ആസൂത്രിതമായി തന്റെ ശത്രു എന്ന് തങ്ങൾ കരുതുന്ന ഒരു കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ ഈ പ്രതിക്ക് എല്ലാ അവസരവും ഒരുക്കി കൊടുത്തത് പോലീസാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പോലീസ് അല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഈ സുധാകരന്റെ പരാതി പോലീസ് പരിഗണിച്ചിരുന്നുവെങ്കിൽ, കാരണം അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളാണ് ഇയാൾ പറയുന്നത് ചെന്താമര ഇത് കഴിഞ്ഞ് ചെന്താമരെ പിടിച്ചത് തന്നെ വിചിത്രമാണ്. അത് പോലീസിന്റെ വലിയ അന്വേഷണ മികവൊന്നുമല്ല. അയാൾ വിശന്നിട്ട് കാട്ടിൽ നിന്ന് താഴെ ഇറങ്ങി വന്നതാണ്. അയാൾ വിശന്നാൽ ഇറങ്ങി വരുമെന്ന് സഹോദരൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അയാൾ വിശന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. വാട്ടിൽ വല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരില്ല. ഇവർക്ക് ഒരു കാലത്ത് കിട്ടാനും പോകുന്നില്ല. ഇവർ ഇങ്ങനെ നാട്ടിൽ കാത്തിരിക്കും. അയാൾ കാട് വഴി വേറെ എങ്കിലും രക്ഷപ്പെട്ടാൽ അയാൾ രക്ഷപ്പെട്ടത് തന്നെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോലീസ്. എന്തായാലും പോലീസ് കഴിവില്ലാത്തതല്ല, പോലീസ് അത്രയും അതിന് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളൂ. ഏതായാലും അയാളെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം ചോദിച്ചത് എനിക്ക് ഇറച്ചിയും ചോറും തരുമോ. അപ്പൊ ഇറച്ചിയും ചോറും തരുമോ എന്ന് ചോദിച്ച് വരുന്ന ഒരാൾക്ക് ഒരു കുറ്റബോധമില്ല എന്ന് മാത്രമല്ല, ഇനിയും കൊല ലിസ്റ്റിലുണ്ട്, 5 കൊലയുണ്ട് ലിസ്റ്റിൽ എന്നാണ് അയാൾ പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില ക്യാരക്ടേഴ്സ്. ഇങ്ങനെ സിനിമ ഹീറോ പോലെ ഒരു ക്യാരക്ടറായി ഈ ചെന്താമരം മാറുന്നതിന് നമ്മുടെ നിയമനീതിന്യായ സംവിധാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇയാൾ കൊല ചെയ്തത് അന്ന് ഈ മന്ത്രവാദം ചെയ്തു എന്നും നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് തന്റെ കുഴപ്പത്തിന് കാരണമെന്നും പറഞ്ഞിട്ടാണ് അന്ന് ചെന്താമര ഇയാളുടെ സുധാകരന്റെ ഭാര്യയെ കൊന്നത്. ഇപ്പോഴെന്താ, അമ്മയാണ് എല്ലാത്തിനും കുഴപ്പം, അതുകൊണ്ട് അമ്മയെ കൊന്നു. അമ്മയെ കൊല്ലാൻ തടസ്സം നിന്ന സുധാകരനെ കൊന്നു. ഇനി ആരെയൊക്കെ അത് കൊല്ലാൻ പോകണമെന്ന് അറിയില്ല. കാരണം ഇയാളിപ്പോ പോവും, കുറച്ചു കാലം ജയിൽ ശിക്ഷ കഴിയും, ഇയാൾ തിരിച്ചു വരും, ഇയാൾ വീണ്ടും വന്ന് നെന്മാരെ താമസിക്കും, ഇയാൾ ഇതൊക്കെ ചെയ്യും. കാരണം നമ്മുടെ നിയമപാലന സംവിധാനവും നീതിന്യായ സംവിധാനവും രണ്ടും ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡിവൈഎസ്പി അന്വേഷിച്ചിട്ട് SHO സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നത് ഒരു തമാശയാണ്. ഞാൻ ഒരുപാട് പോലീസുകാരെ സസ്പെൻഷൻ കണ്ടിട്ടുണ്ട്. സസ്പെൻഷന്റെ 6 മാസം അവർക്ക് പകുതി കുറെ ശമ്പളം കിട്ടും, 6 മാസം കഴിഞ്ഞാൽ പിന്നെ മുക്കാഭാഗം കിട്ടും, പിന്നെ മുഴുവൻ ശമ്പളവും കിട്ടും. അത് കഴിഞ്ഞാൽ ഇയാൾ കുറെ കഴിയുമ്പോൾ നമ്മളാരും അറിയാതെ തിരിച്ച് സർവീസിൽ പ്രൊമോഷനോട് കൂടി കയറും. വളയാർ കേസിലേക്ക് SHO കയറിയത് അങ്ങനെയാണ്. അയാൾ പ്രൊമോഷനാണ് തന്നെ വന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു സസ്പെൻഷൻ കിട്ടിയാൽ ഇവർക്ക് സന്തോഷമാണ്, കാരണം പണിയെടുക്കാതെ പൈസ കിട്ടും. എന്നിട്ടും അയാൾ ചെയ്ത കുറ്റം, ഈ 2 കൊലപാതകത്തിന് അയാൾ കാരണക്കാരനാണ് എന്ന രൂപത്തിലൊരു കേസ് ഉണ്ടാവുമോ? അതില്ല. അയാളുടെ നിഷ്ക്രിയത്വമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഒരിക്കലും ഒരു കേസ് എടുക്കില്ല. അയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഇല്ല. അവിടെയാണ് പ്രശ്നം. ഈ SHOമാരും ഈ പോലീസുകാരും അതുപോലെ ആളുകൾക്ക് പരോള് കൊടുക്കുന്നത്. നമുക്കറിയാം, കൊടി സുനിക്ക് വരെ പരോള് കിട്ടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊടി സുനിയെ പോലെ 51 വെട്ടുവെട്ടി ഒരാളെ കൊല്ലാൻ മടിയില്ലാത്ത, പിന്നെയും ഇതിനകത്തിരുന്ന് പോലും ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ജയിലിനകത്തിരുന്ന് പോലും ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആവശ്യത്തിന് പരോള് കിട്ടുന്ന, എല്ലാവിധ സംവിധാനങ്ങളും മറ്റേ മൊബൈൽ ഫോൺ പോലും അകത്ത് കിട്ടുന്ന, ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതികളാണ് കൊടി സുനിയൊക്കെ. ഇവർക്ക് വരെ അങ്ങ് പരോള് കൊടുക്കുകയാണ്. ഇവരെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ആർക്കും ഒരു പ്രശ്നമല്ല. കാരണം ഇവർക്കൊക്കെ, ഞാൻ കണക്കാക്കുന്ന ചെന്താമരയുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ പറയാറായിട്ടില്ല,
പക്ഷെ എന്തോ ശക്തമായ പിൻബലം ചെന്താമരയ്ക്ക് നെന്മാറയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇയാള് ഇങ്ങനെ പിടിക്കപ്പെടാതെ പോവില്ല. ഈ സുധാകരൻ പരാതി കൊടുക്കുമ്പോഴെങ്കിലും ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇയാൾ എവിടെയാ പോകുന്നത്, ഇയാളുടെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇയാളുടെ മൂവ്മെന്റ് ശ്രദ്ധിച്ചില്ല പോലീസ്. ഇയാളെ നെന്മാറ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് സമ്മതിച്ചില്ല. ഒരു കുറ്റബോധവും ഇല്ലാത്ത ഇങ്ങനെ ഒരു കൊലയാളിയെ, ഇപ്പോഴും കുറ്റബോധമില്ലാത്ത ഇയാളെ ഇനി എപ്പോഴാണ് നമ്മൾ നിയന്ത്രിക്കുക, എപ്പോഴാണ് നമ്മൾ തുറന്നു വിടുവോ അതോ സൂക്ഷിച്ചു വെക്കുകയോ നമുക്കറിയില്ല. ഇപ്പൊ ഇയാൾക്കൊരു ജീവപര്യന്തം കിട്ടിയാലും കുറെ ഇളവൊക്കെ കിട്ടി ഇയാൾ പരോളി ഇയാൾ പുറത്തിറങ്ങും, ബാക്കി തീർക്കാനുള്ള കൊലയും കൂടി ഇയാൾ തീർക്കും. സിനിമാ കഥ പോലെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ നിയമപാലന സംവിധാനം നിയമത്തെ അനുസരിക്കാൻ തയ്യാറാവും. അവർ നിയമത്തെ അനുസരിക്കുന്നില്ല. സ്വാധീനമുള്ള ആളുകൾക്ക് ഏത് നിയമവും ലംഘിക്കാവുന്ന തരത്തിൽ വലിയ തോതിൽ ഇവിടെ വിടവുണ്ടാകുന്നു. ഇതിന്റെ ഇരകളാക്കപ്പെടുന്ന ആരാ? പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പൊ പറവൂർ 3 പേരെ വെട്ടിക്കൊന്നവരാൾ, 4ാമത്തെ ആൾ വളരെ ക്രിട്ടിക്കലാണ്, രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള ഒരാളും നാളെ അയാളും പുറത്തു വരും. ഇവർക്കൊന്നും ഒരു കുറ്റബോധമില്ല. ഇവർക്ക് ഒരു 5 വർഷം ശിക്ഷയോ 10 വർഷം ശിക്ഷയോ ഒന്നും കിട്ടിയാൽ ഒരു കാര്യമില്ല, ജയിലിൽ സുഖജീവിതമായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെയുള്ള ആളുകളെ അറ്റ്ലീസ്റ്റ് അവർ പുറത്തു വരുമ്പോൾ ഒന്ന് നിയന്ത്രിക്കാൻ, ഇവരൊന്ന് വാച്ച് ചെയ്യാൻ നമുക്ക് പോലീസ് സംവിധാനമില്ലേ? മന്ത്രിമാർക്ക് പോകാൻ 30 കാർ കമ്പനി ഉണ്ടല്ലോ പോലീസിന്. എന്തേ ഈ ഇത്രയും ക്രിമിനലായ ഒരാളെ വാച്ച് ചെയ്യാൻ നമുക്ക് കുറ്റമില്ലാത്തത്? നേരെ മറിച്ച് ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്ത കേസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്ത് കാപ്പ ചുമത്തുന്ന ഒരു കാലത്ത് അവിടെ ജീവിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് അലനും ദാഹയ്ക്കും എതിരെ എടുത്തൊരു കേസ് വളരെ വിചിത്രമായിരുന്നു. ജയിലിൽ ആക്രമിച്ചു എന്നാണ് അവർക്ക്, ജയിലറെ ആക്രമിച്ചു എന്നാണ് കേസ്. കാരണം ജയിലർ പറഞ്ഞത് അവർ കേട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോ ജയിൽ നിയമങ്ങൾ നിങ്ങൾ പാലിക്കും, ജയിൽ നിയമത്തിന് പുറത്തുള്ളത് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവരെ ജയിലറെ ആക്രമിച്ച കേസെടുത്തത്. അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കുക. ആ കള്ളക്കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകളെ ഏത് വിധത്തിലും പെടുത്തുകയും തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഏത് വിധത്തിലും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇതൊരു ക്രിമിനൽ സമൂഹമായി മാറുകയാണ് നമ്മുടെ സമൂഹം. നോക്കൂ, എല്ലാ ദിവസവും നിങ്ങൾ വാർത്ത കാണുമ്പോൾ ഏതെങ്കിലും 2 പേരെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, കെട്ടിത്തൂക്കിക്കൊന്നു, വിഷം കൊടുത്തു കൊന്നു എന്ന വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് നമ്മൾ ദിവസം വന്ന് ചർച്ചയ്ക്ക് പറയും ഇത് ഇനി അവസാനത്തെ ആവണം, ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വാർത്ത വരുന്നത് വേറൊരു കൊലപാതകം നടന്നു എന്നാണ്. ഇത് ക്രിമിനലുകൾക്ക് ഇങ്ങനെ വാഴാൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അവസരം കിട്ടുന്നത്? ആരാണ് ക്രിമിനലുകളെ സഹായിക്കുന്നത്? അത്തരം കാര്യങ്ങൾ പഠിക്കാനും അത് നിലനിർത്താനും അവരെ നിയന്ത്രിച്ചു നിർത്താനും നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ നിയമപാലന സംവിധാനത്തിന് സാധ്യതയുണ്ടോ? ഒരു SHOനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും തിരുന്ന വിഷയമല്ല. കാരണം SHOക്ക് വേറെ മോളിൽ സമ്മർദ്ദം ഉണ്ടാവും ഇയാളെ പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ SHO എന്താ പിടിക്കാണ്ടിരിക്കേണ്ട കാര്യം? ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ SHO ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കൊലയാളി ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു എന്നൊരു പരാതി കിട്ടുകയും ഈ കുടുംബത്തോട് അവർക്ക് വിരോധമുണ്ടെന്ന് പറയുകയും ചെയ്താൽ അയാളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് SHOക്ക് കഴിഞ്ഞില്ല? അപ്പൊ SHOയോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട, മോളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആ മോളി എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, ആ മോളി എന്ന് പറയുന്ന രീതിയാണ് പോലീസിനെ ഇത്ര മോശ അവസ്ഥയിലാക്കുന്നത്. ആ മോളി എന്ന് പറയുന്നവർക്ക് ഈ ഇൻസ്പെക്ടറെ രക്ഷിക്കാനുള്ള സംവിധാനവും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ക്രിമിനലുകൾ, ഗുണ്ടകൾ ഇഷ്ടം പോലെ വാഴുന്ന ഒരിടമായി കേരളം മാറുന്നു. അതിനിടയിൽ മദ്യവും മയക്കുമരുന്നും മറ്റു സാധനങ്ങളും വരുന്നു. ഇതെല്ലാം വരുന്നതോടുകൂടി സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ പടരുന്നു. പോലീസ് അടിയന്തരമായി മാറ്റം വന്നില്ലെങ്കിൽ, ഇതിനിടയ്ക്ക് DGP നാളെ പറഞ്ഞു പോലീസുകാർക്ക് വാണിംഗ് കൊടുത്തു, മുഖ്യമന്ത്രി വാണിംഗ് കൊടുത്തു. വാണിംഗ് ഒക്കെ ഇവർക്ക് ഒരു വിലയില്ല. നമ്മൾ മനസ്സിലാക്കണം, വാണിംഗ് ഒന്നിനും ഒരു വിലയില്ല. കാരണം ഇതൊക്കെ ഒരു കസ്റ്റമറി ആയിട്ട് പതിവ് പോലെ ഇങ്ങനെ പ്രസംഗിക്കും. ആ പ്രസംഗം കഴിഞ്ഞാൽ അവർ പോകും. ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഒരു കൊലക്കേസ് കഴിയുമ്പോഴെങ്കിലും വേറൊരു കൊലക്കേസിന്റെ കാര്യത്തിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാകുന്നു. ചിന്താപരം നടത്തിയ 2 കൊലപാതകങ്ങൾ കേരളീയ സംവിധാനത്തെ, കേരളത്തിലെ നീതിന്യായ നിയമപാലന സംവിധാനത്തെ മുൾമുനയിൽ നിർത്തുന്നതാണ്. ഇനിയെങ്കിലും നമ്മൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൊടിസുനി ഇപ്പോഴും പുറത്താണ് എന്ന് ഓർക്കുക.